30 കോടി വിലമതിക്കുന്ന തിമിംഗല ഛർദിയാണ് 3 കൊല്ലം മുമ്പ് തൃശ്ശൂരിലെ ചേറ്റുവയിൽ നിന്നും പിടികൂടിയിരുന്നത്. തിമിംഗല ഛർദി അഥവാ ആംബർഗ്രീസ് വിൽക്കാൻ ശ്രമിച്ച 3 പേരെ വനംവകുപ്പ് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. 18 കിലോ തൂക്കം വരുന്ന തിമിംഗല ഛർദിയാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. സ്പേം തിമിംഗലങ്ങൾ സംരക്ഷിത വിഭാഗത്തിൽ പെട്ടവയായതിനാൽ ഇന്ത്യയിൽ തിമിംഗല ഛർദിയുടെ വിൽപ്പന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. എന്താണ് ശരിക്കും തിമിംഗല ഛർദി അഥവാ ആംബർഗ്രീസ്? കടലിലെ നിധി, ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് സ്പെം തിമിംഗലങ്ങളുടെ ഛർദി അഥവാ ആംബർഗ്രീസ് അറിയപ്പെടുന്നത്. അത്യപൂർവമാണിത്. സ്പേം തിമിംഗലത്തിൻ്റെ സ്രവമാണിത്. പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത്. തിമിംഗലം ഛർദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. രൂക്ഷമായ ഗന്ധവും അപ്പോൾ അതിനുണ്ടാകും. പിന്നീടാണ് ഈ വസ്തു ഖരരൂപത്തിലെത്തുന്നത്. ഇതിന് നേരിയ സുഗന്ധമുണ്ടാകും. തിമിംഗല ഛർദിയിൽ അടങ്ങിയിരിക്കുന്ന ഗന്ധമില്ലാത്ത ആൽക്കഹോൾ പെർഫ്യൂം നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തുവാണിത്. തിമിംഗലം ഛർദിക്കുന്ന അവശിഷ്ടത്തിൻ്റെ പേരാണ് ആംബർഗ്രീസ്. സ്പെം തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ടു നിറത്തോടു കൂടിയ മെഴുകു പോലെയുള്ള വസ്തുവാണിത്. തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദ്ദിച്ചു കളയുന്ന ഈ വസ്തു ഇടയ്ക്ക് ജലനിരപ്പിലൂടെ ഒഴുകി നടക്കും. ഒമാൻ തീരം ആംബർഗ്രീസ് സാന്നിധ്യത്തിൽ പേരുകേട്ടതാണ്. പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർഗ്രീസ് ഉപയോഗിക്കുക. ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആംബർഗ്രീസ് കിട്ടിയത് 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഏകദേശം 127 കിലോയോളം ഭാരമുണ്ട് ആംബർഗ്രീസിന്. യമനിലെ 35 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയായിരുന്നു 3 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യം കടാക്ഷിച്ചത്. ഏതൻ കടലിടുക്കിൽ ചത്തുകിടന്ന സ്പേം തിമിംഗലത്തിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നാണ് അന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് 127 കിലോയോളം വരുന്ന ആംബർഗ്രീസ് ലഭിച്ചത്. UAE മൊത്ത വ്യാപാരി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഈ ആംബർഗ്രീസ് വാങ്ങിയത് 10.96 കോടി രൂപയ്ക്കായിരുന്നു. ഇവർ ഈ തുക തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തു. 2019 തായ്ലാൻഡിലുള്ള മറ്റൊരു മത്സ്യത്തൊഴിലാളിയായ ജുംറസിനും ആംബർഗ്രീസ് ലഭിച്ചിരുന്നു. 6 കിലോയും 350 ഗ്രാമും തൂക്കമുള്ളതിന് വിലയായി 2,26 ലക്ഷമാണ് ലഭിച്ചത്. 2016 നവംബറിൽ ഒമാനിൽ നിന്നുള്ള 3 മത്സ്യത്തൊഴിലാളികൾക്ക് 80 കിലോയോളം വരുന്ന തിമിംഗല ഛർദി ലഭിച്ചിരുന്നു. ഒമാൻ സ്വദേശികളായ ഖാലിദ് അൽ സിനാനിയും കൂട്ടരുമാണ് ഈ ലോട്ടറി അടിച്ച ഭാഗ്യവാന്മാർ. 9-ാം നൂറ്റാണ്ടിൽ ഒരു അറബ് സഞ്ചാരിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾക്കിടയിൽ ആംബർഗ്രീസ് വ്യാപാരം ആദ്യമായി രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ സുഗന്ധദ്രവ്യങ്ങളുമായി അംബാര, ആംബർ എന്നീ പേരുകളിൽ സംസ്കൃത പുസ്തകങ്ങളിൽ ഇവയെ പരാമർശിച്ചു കാണാം. ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ AD 1300 ആംബർഗ്രീസിനും എണ്ണയ്ക്കും തിമിംഗലങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ചും തിമിംഗല വേട്ടക്കാർ സ്വീകരിച്ച രീതികളെക്കുറിച്ചും രസകരമായ വിവരണം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ആയുർവേദത്തിലും യുനാനി വൈദ്യശാസ്ത്രത്തിലും സുഗന്ധദ്രവ്യങ്ങളിലും മരുന്നുകളിലും ആംബർഗ്രീസ് ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സംരക്ഷണ പട്ടിക ഷെഡ്യൂൾ 2-ലാണ് എണ്ണത്തിമിംഗലങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആംബർഗ്രീസ് ഇവയുടെ ഒരു വിസർജ്യ വസ്തു എന്ന നിലയിൽ കണക്കിലെടുത്താലും നിയമത്തിൽ സംസ്കരിക്കാത്ത ട്രോഫി എന്ന നിലയിൽ ആംബർഗ്രീസ് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ അതോ അതിൻ്റെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളോ കൈവശം വയ്ക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ആംബർഗ്രീസ് സമുദ്രങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന വസ്തുവാണെന്നും അത് ശേഖരിക്കുന്നതിന് തിമിംഗലങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ലെന്നും അവ ശേഖരിക്കാനും വിൽക്കാനും മറ്റു ചില രാജ്യങ്ങളിലെ പോലെ അനുവാദം വേണമെന്നും അത് മത്സ്യത്തൊഴിലാളികൾക്ക് ചില അസുലഭ ഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്നും വാദിക്കുന്നവരുണ്ട്. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെട്ട ഒരു വസ്തുവായതിനാൽ ഇവയുടെ വ്യാപാരം കുറ്റകരമാണെന്ന് സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. അടുത്ത കാലത്ത് ആംബർഗ്രീസിന് വേണ്ടി എണ്ണത്തിമിംഗലങ്ങളെ വേട്ടയാടുന്നതായി രേഖപ്പെടുത്തലുകൾ ലഭ്യമല്ലെങ്കിലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നിയന്ത്രണം തുടരേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.